കൊള്ളക്കാരുടെ ലീഡർ പോലീസിനോട് തനിക്കും തന്റെ കൂട്ടാളികൾക്കും രക്ഷപ്പെടാൻ ഒരു ബസ്സും വേണമെന്ന് പറയുന്നു. അതേസമയം തുരങ്കത്തിൽ വെള്ളം നിറഞ്ഞതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ 30 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ എന്ന് കൊള്ളക്കാരിലെ ഒരാൾ പറയുന്നു. മറ്റൊരു ടീം ലോക്കറിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ ബാഗിൽ നിറയ്ക്കുന്നു. കൊള്ളക്കാർ അവിടെ ബന്ദികളാക്കിയവർക്ക് ബോംബ് പിടിപ്പിച്ച വെസ്റ്റ് ധരിക്കാൻ കൊടുക്കുന്നു. മാനേജറിൽ നിന്ന് അവിടുത്തെ ലോക്കറിൽ ഒരു പൊളിറ്റീഷ്യന്റെ വിവാദമായ സ്കാൻഡലിനെ കുറിച്ചുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് അറിയുന്നു. കൊള്ളക്കാരിലെ ഒരാൾ അതെടുക്കാം എന്ന് ലീഡറിനോട് പറയുന്നു. പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല. അവർ കിട്ടിയ ക്യാഷുമായി തുരങ്കത്തിലേക്ക് രക്ഷപ്പെടുന്നു. എന്നിട്ട് ആ കുഴി ടേബിൾ കൊണ്ട് ബുദ്ധിപൂർവ്വം മറയ്ക്കുന്നു. പക്ഷേ തുരങ്കത്തിലെ വെള്ളത്തിന്റെ ഒഴുക്ക് വളരെയധികം കൂടിയതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വരുന്നു. അവർ തിരിച്ചു കയറുന്നു. പോലീസ് കൊള്ളക്കാർക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ലീഡർ വന്ന് ഫോൺ എടുത്തതോടുകൂടി അവർ ആ പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നു. കൊള്ളക്കാർ എല്ലാവരും ചേർന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ഇടുന്നു. അപ്പോഴാണ് അവരുടെ ലീഡർ പൊളിറ്റീഷ്യന്റെ സ്കാൻഡിൽ അടങ്ങിയ ഹാർഡ് ഡിസ്ക് എടുത്ത് ഇത് വെച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ആ ഹാർഡ് ഡിസ്കിലെ ഫയൽസ് അബദ്ധത്തിൽ ഡിലീറ്റ് ചെയ്യുന്നു. ഇവരുടെ പക്കൽ ഈ ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് ഗവൺമെന്റ് ഒഫീഷ്യൽസിന് മനസ്സിലാകുന്നു. ഇത് പുറത്തു വന്നാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് വാങ്ങിച്ച് അവരെ രക്ഷപ്പെടാൻ അവർ സഹായിക്കുന്നു. കൊള്ളക്കാർ എല്ലാവരും പോലീസ് വേഷം ധരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആർമി ഓഫീസേഴ്സായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നു. അവർ തിരിച്ച് അകത്തേക്ക് പോകുന്നു. ഗവൺമെന്റ് അവരെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയതായിരുന്നു. കൊള്ളക്കാരുടെ ലീഡർ ഒരു ബസ് അരമണിക്കൂറിനുള്ളിൽ തന്നില്ലെങ്കിൽ ഓരോ 15 മിനിറ്റിലും ഓരോ ഹോസ്റ്റേജസ് മരിക്കും എന്ന് പറയുന്നു.